നമ്മുടെ റെഫ്രിജറേഷൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്രോമെട്രി എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ അവസാനത്തെ മൊഡ്യൂളായിട്ടുള്ള സൈക്രോമെട്രി ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട തിയറി പോർഷൻസ്, അതായത് സൈക്രോമെട്രിയിൽ വരുന്ന പ്രധാനപ്പെട്ട തിയറി പോർഷൻസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ നെക്സ്റ്റ് വരുന്ന നമ്മൾ അതിൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അതുപോലെ ഈ കാണുന്ന ഒരു ഇക്വേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കിവിടെ ഈ ഒരു ടോപ്പിക്കിലെ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് സ്റ്റീം ടേബിളിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സ്റ്റീം ടേബിളിൻ്റെ ആവശ്യം നമുക്കുണ്ട്. സ്റ്റീം ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ചാർട്ടുകളും അതുപോലെ തന്നെ കുറേ ഡാറ്റാസുള്ള ഒരു ഡാറ്റാ ബുക്കാണ് സ്റ്റീം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റീം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു നമ്മുടെ ഒരു ഓതറായിട്ടുള്ള RS കുറുമിയുടെ ഒരു സ്റ്റീം ടേബിളിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം ചിലപ്പോൾ ഈ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ആ ഒരു സ്റ്റീം ടേബിൾ ആവശ്യമുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ സ്റ്റീം ടേബിൾ നമ്മൾ ഒരുമിച്ച് ഒന്നായിട്ട് ഒരു സ്റ്റീം ടേബിൾ വാങ്ങണമെന്നില്ല. പകരം നമ്മൾ അതിൽ കാണുന്ന പോലെ ഇതാണ് ജസ്റ്റ് സ്റ്റീം ടേബിൾ. ഇതിൽ കുറേ ഡാറ്റാസ് ഉണ്ട്. അതായത് ഒരു ടേബിളുണ്ട്, ടെമ്പറേച്ചറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്സല്യൂട്ട് പ്രഷർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് എൻതാൽപ്പി, സ്പെസിഫിക് എൻട്രോപ്പി. ഓക്കെ, ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് തരുന്ന ഒരു ടേബിളാണ് സ്റ്റീം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ടെമ്പറേച്ചർ സ്കെയിലിൻ്റെ സ്റ്റീം ടേബിൾ നമ്മൾ കാണുന്നുണ്ടായിരിക്കാം. ഇതിൽ ഞാൻ ഏകദേശം ഒരു 6ഓളം പേജസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിന് വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു പേജസ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു കാണുന്ന ഈ ഒരു സ്ക്രീനിലെ ഈ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഓരോ ടേബിൾസ് എന്ത് ചെയ്യുക, നമ്മൾ പ്രിൻ്റ് ഔട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അത് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതാണ് ഉദ്ദേശിച്ച സ്റ്റീം ടേബിൾ ഉദ്ദേശിച്ചതാണ്. ഇതിൽ ഇപ്പോൾ ശരിക്കും സ്റ്റീം ടേബിൾ ചെറിയൊരു ഡാറ്റാ ബുക്കാണ്. അതിൽ കുറേ പേജസ് ഉണ്ട്, 10-35ഓളം പേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് തൽക്കാലം ഈ ഒരു പ്രോബ്ലംസിൽ ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം വരുന്ന ഭാഗം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്രോമെട്രിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ട്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ട്, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്, ഹ്യൂമിഡിറ്റി റേഷ്യോ ഉണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിൻ്റെ വേറെ പേരാണ് ഹ്യൂമിഡിറ്റി റേഷ്യോ. അതുപോലെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഉണ്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിൻ്റെ ഇക്വേഷനാണ്. W = 0.622 PV/PT - PV. PV എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷറും PT എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറുമാണ്. ഓക്കെ, അതുപോലെ നമുക്കറിയാം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ MV/MA ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പഠിച്ചിട്ടുണ്ട്. MV/MVS ആയിരിക്കും നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നമുക്കറിയാം മാസ് ഓഫ് വാട്ടർ വേപ്പർ അറ്റ് സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പറാണ് നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ MV/MVS എന്ന് പറയാം. നമ്മളതിനെ വീണ്ടും മിക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, അതായത് PV/PVS. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. PV/PVS എന്നുള്ളത് പഠിച്ചു വെക്കണം. അതായത് ഇവിടെ കാണുന്ന പോലെ PV/PVS എന്ന് പറഞ്ഞാൽ PV എന്ന് പറഞ്ഞാൽ ഇതവിടെ കൊടുത്തിട്ടുണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പറാണ്. PVS എന്ന് പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ വെൻ എയർ ഈസ് സാച്ചുറേറ്റഡ്. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള വാട്ടർ വേപ്പറിൻ്റെ പ്രഷറാണ് PVS. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ PV/PVS ആണ്, അല്ലെങ്കിൽ MV/MVS ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം ആ ഒരു കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ആവശ്യമുണ്ട്. ഓക്കെ, ഇത്രയും ഇക്വേഷനാണ് നമുക്ക് എൻതാൽപ്പീൻ്റെ ഇക്വേഷനാണ്. എൻതാൽപ്പി H = 1.005 T + W × 2500 + 1.88 T. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് kJ/kg ഓഫ് ഡ്രൈ എയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ H എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് 1 kg ഓഫ് ഡ്രൈ എയർ ആണ്. അതുപോലെ തന്നെ W എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻ kg/kg ഓഫ് ഡ്രൈ എയർ ആണ്. അതുപോലെ T എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചറാണ്. ഓക്കെ, നമുക്കിനി പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വേപ്പർ പ്രഷർ. അപ്പോൾ വേപ്പർ പ്രഷർ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് എയർ അറ്റ് ടെമ്പറേച്ചർ ഓഫ് 32 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നോൺ വാല്യൂസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അതായത് സാച്ചുറേറ്റഡ് എയറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എയറിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് 32 ഡിഗ്രി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 32 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഫൈൻഡ് ചെയ്യണം? വേപ്പർ പ്രഷർ ഫൈൻഡ് ചെയ്യണം, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഫൈൻഡ് ചെയ്യണം, അതുപോലെ എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് എയർ എന്ത് ചെയ്യണം? ആ ഒരു സാച്ചുറേറ്റഡ് എയറിൻ്റെ എൻതാൽപ്പി നമ്മൾ ഫൈൻഡ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു 32 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 32 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് സാച്ചുറേറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, 100% റിലേറ്റീവ് ആയിട്ടുള്ള എയറിനാണ് നമ്മൾ സാച്ചുറേറ്റഡ് എയർ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്രോമെട്രി തിയറി പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ചാർട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ചാർട്ടിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് അറിയുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു ചാർട്ടിൻ്റെ ഏകദേശ രൂപം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ വരുന്ന കർവുകളാണ് നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിൻ്റെ കർവ് എന്ന് പറയുന്നത് അല്ലേ. ഏറ്റവും പുറത്തുള്ള 100% ആയിരിക്കും, അകത്ത് വരുമ്പോൾ 90, 80 അങ്ങനെ താഴേക്ക് വരുമ്പോൾ ഓരോ കർവ് താഴേക്ക് വരുന്നതോറും അങ്ങനെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ വരുന്ന ലൈനിലുള്ള എയറാണ് സാച്ചുറേറ്റഡ് എയറിൻ്റെ കണ്ടീഷൻ. അതായത് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള എയറാണ് നമ്മൾ സാച്ചുറേറ്റഡ് എയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന DBTയും അതുപോലെ WBTയും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും DPTയും ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. WBT, DBT, DPT അല്ലേ. ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഉണ്ട്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 ടെമ്പറേച്ചർ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, DBT, WBT, DPT എന്തായിരിക്കും, ഈക്വൽ അറ്റ് എന്താണ് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സാച്ചുറേറ്റഡ് എയറിൻ്റെ ടെമ്പറേച്ചർ 32 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, DBT ഈക്വൽ ടു WBT ഈക്വൽ ടു DPT ഈക്വൽ ടു നമുക്ക് 32 ഡിഗ്രി സെൽഷ്യസ് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം, നമുക്കിവിടെ വേപ്പർ പ്രഷർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കത് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഈ 32 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ നമുക്ക് എവിടെ നിന്ന് കിട്ടും, സ്റ്റീം ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 32 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ നമുക്ക് എവിടെ നിന്ന് കിട്ടും, സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഈ ഒരു സ്റ്റീം ടേബിൾ കൊണ്ടുപോകണം. തൽക്കാലം നമ്മൾ ടേബിൾ വാങ്ങേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, ഈ കാണുന്ന ഒരു 5-6 പേജ് എന്ത് ചെയ്യാം, പ്രിൻ്റ് ഔട്ട് ആക്കിയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കറസ്പോണ്ടിങ് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, അതിൽ സൈൻ വാങ്ങിക്കണം. ഓക്കെ, അത് നമ്മൾ വെരിഫൈ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അത് വെരിഫൈ ആയിട്ട് മാത്രമേ നമുക്ക് എക്സാമുകളിലേക്ക് അലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എന്ത് ചെയ്യുക, ടീച്ചേഴ്സിനെ കണ്ട് എന്ത് ചെയ്യാം, അത് വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവരെ സൈൻ വാങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റീം ടേബിൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ കോളാണ്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഹെഡിങ് ആദ്യം നോക്കുക, അതായത് സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീം ടെമ്പറേച്ചർ ടേബിൾ. അപ്പോൾ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ടേബിളാണ് കാണിച്ചത്. അതായത് ഫസ്റ്റ് കോളം കാണുന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ കോളാണ്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിനുള്ള അബ്സല്യൂട്ട് പ്രഷറും സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് എൻതാൽപ്പിയും സ്പെസിഫിക് എൻട്രോപ്പിയും ആണെന്ന് ടേബിൾ നമ്മുടെ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, 32 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് കോളത്തിൽ 32 നോക്കുക. അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതാണ് നമ്മൾ 32 വരുന്നത് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നോക്കുക, എത്രയാണ്, 0.0753 ആണ് അല്ലേ. കറസ്പോണ്ടിങ് പ്രഷർ എന്ന് പറഞ്ഞാൽ 0.074753 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വാല്യൂ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേപ്പർ പ്രഷർ 0.076 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ 53 ഉള്ള റൗണ്ട് ആക്കിയിട്ട് 0.076 ബാർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രഷർ അവിടെ ബാറിലായിരിക്കും. ഓക്കെ, പ്രഷർ ബാറിലാണ് കാണിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ വേപ്പർ പ്രഷർ നമുക്ക് എന്ത് കിട്ടി, ഈ 32 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആ സ്റ്റീം ടേബിൾ നമുക്ക് കിട്ടി, അത് 0.0476 ബാറാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താൻ പറയുന്നത് വലിയൊരു ടാസ്ക് അല്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്ക്. അപ്പോൾ ഈ കാര്യം നമുക്ക് അറിയുമെങ്കിൽ മാത്രമേ, അറിയുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, അത് സിമ്പിൾ പ്രോബ്ലമാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വേപ്പർ പ്രഷർ കണ്ടു അല്ലേ. ഇനി എന്ത് ചെയ്യണം, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കാണാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. 0.622 PV/PT - PV ആണ്. ഇക്വേഷൻ എഴുതി ഈക്വൽ ടു നമുക്ക് 0.622 അതുപോലെ തന്നെ എഴുതാം. അതുപോലെ എഴുതി പിന്നെ PV നമുക്ക് ഇവിടുന്ന് കിട്ടി അല്ലേ. PV എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷറാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 0.622 × PV പറയുമ്പോൾ 0.622 എഴുതി ഇൻറ്റു എന്ത് ചെയ്യുക, 0.0476 എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, PT - PV ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈഡ് ബൈ PT - PV എന്ന് പറയുമ്പോൾ PT എത്രയാണ്, നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അല്ലേ. നമുക്കറിയാം അത് ഇൻ ബാറിലാണെങ്കിൽ 1.01325 ബാറാണ് PTൻ്റെ വാല്യൂ അല്ലേ. PTകൾ നമുക്കറിയാം എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ ബാറിൽ 1.01325 ബാറാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, PT - PV പറയുമ്പോൾ 1.01325 എഴുതുക, മൈനസ് എന്ത് ചെയ്യണം, PV എത്രയാണ്, PV നമുക്കറിയാം ഇവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും 0.0, ഇവിടെ എന്ത് ചെയ്യണം 0.0476 കൂടി നമുക്ക് എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ
ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് ജസ്റ്റ് താഴേക്ക് പോകുന്നുണ്ട്, മൈനസ് കഴിഞ്ഞിട്ട് ഈ വാല്യൂ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 0.622 ഇൻറ്റു പി വി ഡിവൈഡ് ബൈ 1.01325 മൈനസ് 0.076 എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യും, ആൻസർ സ്പെസിഫിക് യൂണിറ്റ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, 0.03 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ കിലോഗ്രാമിൽ നമുക്ക് യൂണിറ്റ് കിട്ടും. ഓക്കെ, കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ നമുക്ക് യൂണിറ്റ് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുന്ന യൂണിറ്റ് എഴുതണം, കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. ഓക്കെ, അപ്പോൾ വേപ്പർ പ്രഷറും അതുപോലെ തന്നെ സ്പെസിഫിക് യൂണിറ്റും കണ്ടെത്തി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേപ്പർ പ്രഷർ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തു, നമ്മൾ ടേബിളിൽ നിന്ന് എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് 32 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയുള്ള വാല്യൂ നമ്മൾ എടുത്തു. ആ വേപ്പർ പ്രഷർ വെച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സ്പെസിഫിക് യൂണിറ്റ് കാണാൻ പറ്റും 0.622 ഇൻറ്റു പി വി ബൈ പി ടി മൈനസ് പി വി ആണ്. ഇവിടെ 0.622 എഴുതി, ഇൻറ്റു പി വി എഴുതി, ഡിവൈഡ് ബൈ പി ടി മൈനസ് പി വി പറയുമ്പോൾ പി ടി നമുക്കറിയുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് 1.01325 ആണ്, മൈനസ് പി വി എന്ന് പറയുമ്പോൾ 0.0476 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 0.03 കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വിചാരിക്കേണ്ടത് അങ്ങനെ ഇത് രണ്ടും കിലോഗ്രാം അല്ലേ ക്യാൻസൽ ലെവലും വിചാരിക്കേണ്ടത്. പക്ഷേ ക്യാൻസൽ ലെവൽ കാരണം എന്താണ്, താഴെ ഉള്ളത് എന്താണ് ഡ്രൈ എയറിൻ്റെ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അത് അങ്ങനെ തന്നെ എഴുതണം, കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണാൻ പറഞ്ഞത് എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് എയർ. എന്ത് ചെയ്യണം, നമുക്ക് എച്ച് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇക്വേഷൻ പറഞ്ഞിരുന്നു 1.005T പ്ലസ് W ഇൻറ്റു 2500 പ്ലസ് 1.880. ഇക്വേഷൻ പഠിച്ച് നോക്കണം. എന്ത് ചെയ്യാം, ആ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം, 1.005 എഴുതി, ടി നമുക്കറിയാം, ടി ആണ് ടെമ്പറേച്ചറാണ്, 32 എഴുതി, പ്ലസ് W നമ്മൾ കണ്ടെത്തി എന്താണ്, W എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് യൂണിറ്റ് ആണ് 0.03 എഴുതി, ഇൻറ്റു 2500 എഴുതി, പ്ലസ് 1.88 ഇൻറ്റു വീണ്ടും ടി ആണ് 33 ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഫൈനൽ ആൻസർ ആ വാല്യൂസ് എന്ത് ചെയ്യാം, നമ്മൾ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യും, ഫൈനൽ ആൻസർ നമുക്ക് താഴെ കാണുന്ന പോലെ 108.96 കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഒക്കെ അത് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. എന്തായാലും ആകുമ്പോൾ കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആകും നമ്മുടെ യൂണിറ്റ് വരാം. ഓക്കെ, അപ്പോൾ 108.96 കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ എക്സാമിന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. എന്നാൽ നമ്മൾ ഒരിക്കലും സ്കിപ്പാക്കാൻ പാടില്ല, കാരണം വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. പഠിച്ച ഇക്വേഷൻ ഒരു ഇക്വേഷൻ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. രണ്ടാമത്തെ ഇക്വേഷൻ ഈ കാണിച്ച പോലെ ഈ ഇക്വേഷനാണ്. പിന്നെ വേപ്പർ പ്രഷർ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റീം ടേബിൾ നോക്കി കണ്ടെത്താൻ പറ്റും. ഓക്കെ, പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം. കാരണം ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ എന്താണ്, നമുക്ക് വീണ്ടും സംശയം ചോദിക്കേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആർ 20 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് 0.0095 കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിലെ എയറിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വരുന്നത്. അതുപോലെ അവിടെയുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി 0.0095 കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മൾ താഴെ പറഞ്ഞ കാര്യം നമ്മൾ ഫൈൻഡ് ചെയ്യണം. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. പാർഷ്യൽ പ്രഷർ ഓഫ് വേപ്പർ, എന്തെങ്കിലും വേപ്പർ പ്രഷർ കാണണം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണണം, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ കാണണം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിട്ടുള്ള 20 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡി ബി ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ TDB ഉദ്ദേശിക്കുന്നത് നമ്മുടെ DBT ആണ്. നമ്മൾ പറഞ്ഞുള്ളത് കൂടുതലും എന്തായിരിക്കും DBT പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DB നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ 20 ഡിഗ്രി എഴുതി. പിന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമുക്കറിയാം W ആണ്, 0.0095 കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എഴുതി. എന്ത് ചെയ്യണം, നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് വേപ്പറാണ്. അപ്പോൾ നോക്കാം, ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് വേപ്പർ കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് എന്തറിയാം, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, W ഈ കാണുന്ന ഇക്വേഷൻ 0.622 PV ബൈ PT മൈനസ് PV ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, W നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്, 0.0095 ആണ്. PV നമുക്ക് കാണാനുള്ളത് ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് വേപ്പർ PV കാണണം. ഇവിടെയും PV അല്ല, ആ PV നമുക്ക് രണ്ടും സെയിം ആണ്. അപ്പോൾ ആ PV കാണാണ്ട്. പിന്നെ PT നമുക്കറിയാം അല്ലേ, PT എത്ര ആയിരിക്കും, 1.01325 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കവിടെ അൺനോൺ ആയിട്ടുള്ളത് നമ്മുടെ PV മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് വേപ്പർ കിട്ടും. ഓക്കെ, അതായത് W എന്ത് ചെയ്യുക, നമ്മൾ W = 0.0095 എഴുതി, ഈക്വൽ ടു 0.622 ഇൻറ്റു PV അല്ലേ, PV നമുക്കറിയില്ല, ഇൻറ്റു P എഴുതിയിട്ടുണ്ട്. അവിടെ PV ശരിക്കും PV എഴുതണം, ജസ്റ്റ് P മാത്രമേ എഴുതുള്ളൂ. എന്ത് ചെയ്യാം, 0.622 PV ബൈ PT മൈനസ് PV പറയുമ്പോൾ PT നമുക്കറിയാം 1.01325 ശരിക്കും ഉണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ 1.0132 മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്ത് ചെയ്യാം, 1.01325 മൈനസ് P എഴുതി. ഇനി എന്ത് ചെയ്യുക,
നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ കാരണം ഇവിടെ പി ടി അല്ലെങ്കിൽ പി മാത്രമേ നമുക്ക് ഇവിടെ അൺനോണായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ നമുക്ക് പി എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് ആൻസർ 0.01524 ബാർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇക്വേറ്റ് ഞാൻ വീണ്ടും എങ്ങനെ പറയുന്നില്ല, കാരണം മാത്തമാറ്റിക്കൽ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അൺനോണായിട്ടുള്ള പി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി നമുക്ക് ഫൈൻഡ് ചെയ്യാം, പിയിൽ നമുക്ക് 0.01524 ബാർ കിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കാര്യം നമുക്ക് കിട്ടി. എന്ത് ചെയ്യണം, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. ഓക്കെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ നോക്കാം, RH ആണ് അല്ലെങ്കിൽ ഫൈ നമ്മൾ പറയും. അപ്പോൾ കറസ്പോണ്ടിങ് ടു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കറസ്പോണ്ടിങ് ടു 20 ഡിഗ്രി സെൽഷ്യസ് ഫ്രം സ്റ്റീം ടേബിൾ. നമുക്ക് എന്ത് ചെയ്യാം, ഈ 20 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും, നമുക്ക് പ്രഷർ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റീം ടേബിൾ നമുക്ക് കിട്ടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PV/PVS ആണ്. ഓക്കെ, PV/PVS ഞാൻ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റികൾ നമുക്ക് PV/PVS എഴുതാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു MV/MVS ആണ് അല്ലേ, MVS എന്ന് പറഞ്ഞാൽ S ഫോർ സാച്ചുറേറ്റഡ് കണ്ടീഷനാണ്. അപ്പോൾ PV/PVS എന്ന് പറയുമ്പോൾ PV നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ, PV നമുക്കറിയാം 0.01524 ആണ്. ഇനി PVS എന്ത് ചെയ്യാം, PVS നമുക്ക് എന്ത് ചെയ്യാം, ഈ 20 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റീം ടേബിൾ നമുക്ക് കിട്ടും. എങ്ങനെ എടുക്കാൻ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 ഡിഗ്രിക്ക് എന്താ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ നോക്കാം. ഇതിൽ ഏറ്റവും മേലെ വരുന്ന നോക്കാം, 20 ആണ് വരുന്നത്, അതിന് 0.02337 ആണ്. ഓക്കെ, ഇവിടെ നോക്കാം 0.02337 ആണ്. അപ്പോൾ എത്ര എടുത്താലും നോക്കാം, 0.023 ആ ടേബിൾ 337 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ആ 37 റൗണ്ടാക്കി 4 ആക്കിയിട്ടുണ്ട്, 0.0234 എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് അവിടെ PVS കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്യാം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണാൻ ചെയ്താൽ മതി, PV/PVS ചെയ്താൽ മതി. PV എത്രയാണ്, PV നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് 0.01524 ഡിവൈഡ് ബൈ PVS എന്ന് പറയുമ്പോൾ 0.0234 ആണ്. 0.0234 രണ്ട് ചെയ്യാം, നമുക്ക് കിട്ടും, നമുക്ക് കിട്ടുക 0.65 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. നമ്മൾ എന്ത് ചെയ്യണം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ പെർസെൻറ്റേജിൽ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ നമുക്ക് ആൻസർ 65% കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ് നമുക്ക് കാണാനുള്ളത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയാലും നമ്മുടെ വേപ്പർ പ്രഷർ കാണാൻ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചു, അതിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ PV കണ്ടെത്തി, PV നമുക്ക് 0.01524 കിട്ടി. അപ്പോൾ നമുക്ക് വേപ്പർ പ്രഷറായി. രണ്ടാമത് കാണാൻ പറഞ്ഞ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. എന്ത് ചെയ്യുക, 20 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, വേപ്പർ പ്രഷർ നമ്മൾ ടേബിൾ നടത്തുക 0.0234 കിട്ടും. എന്ത് ചെയ്യുക, PV/PVS ചെയ്യുക, നമുക്ക് 0.65 കിട്ടും. പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 65%. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ട് ഇനി ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ നോക്കാം. ഇത് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഈസ് ദ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ വേപ്പർ അറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ 0.01524 ബാർ. അതായത് നമുക്ക് നേരത്തെ വേപ്പർ പ്രഷർ കിട്ടിയിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡ്യൂ പോയിൻറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഈ പാർഷ്യൽ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഈ 0.01524 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് ഏകദേശം 13 ഡിഗ്രി അല്ലെങ്കിൽ 13.24 ആ റേഞ്ചിൽ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്ക് കിട്ടിയ വാല്യൂ പറഞ്ഞാൽ വേപ്പർ പ്രഷർ എത്ര 0.015 ആണല്ലേ. ഇതാണ് നമ്മുടെ വാല്യൂ. ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റീം ടേബിളിൽ നിന്ന് എടുക്കുക. ഓക്കെ, അതായത് ഈ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എടുക്കുക, 0.01534 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കിയാൽ നമുക്ക് രണ്ടാമത്തെ കോളം അബ്സല്യൂട്ട് പ്രഷറിൻ്റെ ആണ്. അപ്പോൾ 0.01524 ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 0.01597 കാണുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ പറഞ്ഞാൽ 14 ആണ്. അപ്പോൾ ശരിക്കും ഈ 0.01597 ചെറുതാണ് നമുക്ക് കിട്ടിയുള്ള 0.01524 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഈ 14 കുറഞ്ഞൊരു ടെമ്പറേച്ചർ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ടെമ്പറേച്ചർ വെച്ചുള്ള ടേബിളാണ്. അതായത് ഫസ്റ്റ് കോളം ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയുള്ള പ്രഷർ നമുക്ക് കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രഷറിന് കറസ്പോണ്ടിങ് ആയുള്ള ടെമ്പറേച്ചർ കിട്ടുന്ന ടേബിളും ഉണ്ട്. അതായത് കണ്ടോ, സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീം പ്രഷർ ടേബിളാണത്. നേരത്തെ കണ്ട ടെമ്പറേച്ചർ ടേബിളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ കോളം പ്രഷർ ആയിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയുള്ള ടെമ്പറേച്ചർ നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ
0.15 എന്ന് പറയുമ്പോൾ നോക്കുക, ഇത് രണ്ടാമത്തെ നോക്കുക 0.015 ആണ്. അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ നോക്കുക 13.04 അപ്പോൾ ഈ 13ൻ്റെയും 14ൻ്റെയും ഡിഗ്രി സെൽഷ്യസിന് ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, 0.01524 കറസ്പോണ്ടിങ് ആയുള്ള വാല്യൂ നമുക്ക് കിട്ടാം. അപ്പോൾ നമുക്കവിടെ 13 ഡിഗ്രി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 13 പോയിൻറ്റ് സംതിങ് എന്ത് ചെയ്യുക, അവിടെ ഏകദേശം നമുക്ക് ആൻസറായി. ഓക്കെ, അപ്പോൾ നോക്കുക നമുക്ക് എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ഇവിടെ 13.24 ഡിഗ്രി എന്ത് ചെയ്യാം നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ആ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ കിട്ടി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടി, അതുപോലെ പാർഷ്യൽ പ്രഷർ കിട്ടി. ഓക്കെ, അപ്പോൾ ശരിക്കും 2 പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. സ്റ്റീം ടേബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പോലത്തെ അതേ ടൈപ്പ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് ഓക്കെ, നെക്സ്റ്റ് ഈ പ്രോബ്ലം നോക്കാം. എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ ഈസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 22 degree Celsius under a total pressure of 0.9732 bar. The dew point temperature is 15 degree Celsius. Okay, find partial pressure of water vapor, relative humidity, specific humidity, enthalpy of air per kilogram of dry air. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 22, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ 15, പിന്നെ പാർഷ്യൽ പ്രഷർ ടോട്ടൽ പ്രഷർ PT = 0.9732 ബാർ എന്നുണ്ട്. കാണാൻ പഠിക്കുന്ന കാര്യം നോക്കുക. പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ, RH, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, എൻതാൽപ്പി ഓഫ് എയർ നോക്കുക. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റീം ടേബിൾ എന്ത് ചെയ്യുക, പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ 15 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക പാർഷ്യൽ പ്രഷർ നമ്മൾ കാണാം. നേരത്തെ പഠിച്ച പോലെ എന്ത് ചെയ്യുക, 15 ഡിഗ്രീൻ്റെ ഇത് നോക്കുക, ടേബിളിൽ 15ന് കറസ്പോണ്ടിങ് ഉള്ള വാല്യൂ നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ 0.017 ആണ്. 0.017. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും 0.017 ബാർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി സാച്ചുറേഷൻ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് 22 degree Celsius DBT. അതുപോലെ എന്ത് ചെയ്യണം, നമുക്ക് 22 degree Celsius DBT പറഞ്ഞാൽ 22 degree Celsius ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 22 കറസ്പോണ്ടിങ് ആയുള്ള പ്രഷർ എന്ത് ചെയ്യുക നമുക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. 0.0264 കിട്ടിയിട്ടുണ്ടായിരിക്കും. 22 എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന പോലെ നോക്കുക, ഇവിടെ മൂന്നാമത് വരുന്നത് 22 ആണ്, 0.0264. അപ്പോൾ എന്ത് ചെയ്യുക, 2 വാല്യൂസ് നമുക്ക് കിട്ടി. DBT കറസ്പോണ്ടിങ് എല്ലാം കിട്ടി, DPT കറസ്പോണ്ടിങ് ഉള്ള വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതും കൂടെ എഴുതി 0.0264 ബാർ എഴുതി. എന്ത് ചെയ്യുക, നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ നമുക്ക് കിട്ടി അല്ലേ. വാട്ടർ വേപ്പർ ഏതാണ്, പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ് 0.0264 ബാറാണ്. എന്ത് ചെയ്യണം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമുക്കറിയാം PV/PVS ആണ് ഇക്വേഷൻ അല്ലേ. ഇപ്പോൾ PV എത്ര കിട്ടിയിട്ടുണ്ട്, നമുക്ക് PV 0.017ഉം PVS 0.0264 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, നമുക്ക് ഡയറക്റ്റ് ആൻസർ 0.64 കിട്ടും. പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 64.4%. ഞാൻ സ്പീഡിൽ പറയുന്ന കാരണം നമ്മൾ ഓൾറെഡി 2 പ്രോബ്ലംസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കാണാനുണ്ട്, തേർഡ് വൺ. അപ്പോൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതുക 0.62 PV/PT - PV ആണ്. 0.62 എഴുതി, PV നമുക്ക് കിട്ടിയിട്ട് 0.017 ആണ്, ഡിവൈഡ് ബൈ PT നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. PT എത്രയാണ്, 0.9732 ആണ്. അത് എഴുതി മൈനസ് വീണ്ടും എന്ത് ചെയ്യുക, PV എഴുതുക 0.017. അപ്പോൾ അതിൽ നമുക്ക് ആൻസർ കിട്ടും 0.011 kg/kg ഓഫ് ഡ്രൈ എയർ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതുമായി തേർഡ് വൺ എൻതാൽപ്പി ഓഫ് എയർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. എൻതാൽപ്പി കാണാൻ ലൊക്കേഷൻ നമുക്കറിയാം H = 1.005 T പ്ലസ് W × 2500 പ്ലസ് 1.88 T ആണ്. ഓക്കെ, kJ/kg ഓഫ് ഡ്രൈ എയർ ആയിരിക്കും. എന്ത് ചെയ്യുക, നേരത്തെ പോലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 22 കൊടുത്തു. അതുപോലെ W നമുക്ക് 0.01 ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇവിടെ തൊട്ട് മുന്നേ കിട്ടിയത് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് 0.011 ആണ്, അത് കൊടുക്കുക. അതുപോലെ അതുപോലെ 2500 പ്ലസ് 1.88 വീണ്ടും ടെമ്പറേച്ചർ കൊടുക്കുക 22. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 50.06 kJ/kg ഓഫ് ഡ്രൈ എയർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എൻതാൽപ്പിയും കിട്ടി. അപ്പോൾ സിമ്പിൾ പ്രോബ്ലം ആണ്. ഈ 4 കാര്യം നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ 22 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും അതുപോലെ 15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടെത്തുക. എന്ത് ചെയ്യുക, ഇക്വേഷൻ ഉപയോഗിക്കുക, ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതുപോലത്തെ പ്രോബ്ലം തന്നെയാണ്. എന്തെങ്കിലും ഞാൻ ഇതിന് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ്റെ വായിച്ച് നോക്കുക, അതിൻ്റെ സ്റ്റെപ്പുകൾ കറക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത് മനസ്സിലാവും. ഓക്കെ,
എന്ത് ചെയ്യുക, ക്ലാസ് പോസ് ചെയ്ത് കണ്ടു നോക്കുക. ആദ്യം ഒന്ന് സ്വന്തമായി ചെയ്യാൻ നോക്കുക. കിട്ടില്ലെങ്കിൽ മാത്രം എന്തെങ്കിലും സൊല്യൂഷൻ നോക്കാം. ഓക്കെ, ഇത് നമ്മൾ സ്റ്റീം ടേബിൾ ഉപയോഗിക്കാം. അതുപോലെ റിലേറ്റിവിറ്റി കാണാനുണ്ട്, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ കാണാനുണ്ട്. നേരത്തെ കണ്ട പോലെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് പ്രഷറിനുള്ള ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റീം ടേബിളിൽ നിന്ന് കണ്ടെത്തിയാൽ മതി. ഓക്കെ, അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതും ആണ് സെയിം പ്രോബ്ലം തന്നെയാണ്. എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഈ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ആണുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാമെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം എന്ത് ചെയ്യാം, ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റിയാൽ മാത്രം ചെയ്യാം. ബൈഹാർട്ടായി പഠിച്ചു വെക്കണമെന്ന് പറയുന്നില്ല. കഴിയുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റീം ടേബിൾ ഡയറക്റ്റ് എടുത്തെഴുതി വെച്ചാൽ മതി. ഓക്കെ, ഈ പ്രോബ്ലം എന്ത് ചെയ്യുക, സ്വന്തമായിട്ടും ചെയ്ത് നോക്കാം. അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റ് വരുന്ന ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് വരുന്ന പ്രോബ്ലത്തിൻ്റെ ഏരിയ ഇത്രയാണ്. നമുക്കിനി വരുന്ന നമ്മുടെ സൈക്രോമെട്രി റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക, സൈക്രോമെട്രി പ്രോസസ്സിൽ വരുന്ന പ്രോബ്ലംസാണ്. നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.